നവംബർ 27 വിശുദ്ധ മാക്സിസ് ഫ്രാൻസിലെ ഡെൻമാർക്ക് പ്രൊവിൻഷ്യയിലാണ് ജനിച്ചത്. തന്റെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്നതിനായി പരിശീലനം ലഭിക്കുന്നതിനായി ഒരു ഏകാന്തവാസം തന്നെയായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. അവസാനം അദ്ദേഹം ആത്മീയ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും അതിൻ പ്രകാരം അദ്ദേഹം വിശുദ്ധ ലോറൻസ് ആശ്രമത്തിൽ ചേരുകയും ചെയ്തു. 426 ആൾസിലെ മെത്രാപ്പൊലീത്തയായി നിയമിതനായി. വിശുദ്ധ സിഡോണിയൂസിന്റെ രേഖകൾ പ്രകാരം വിവേകിയായ ഈ വിശുദ്ധന്റെ കീഴിൽ ആശ്രമത്തിന് ഒരു പുതിയ ചൈതന്യം കൈവന്നു. നല്ല സ്വഭാവം തിളക്കമുള്ള മാതൃകയായിരുന്നു മാക്സിമസിന്റെ കീഴിൽ അവിടുത്തെ സന്യാസിമാർ. ആശ്രമ നിയമങ്ങളൊന്നും നോക്കാതെ അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം അനുസരിച്ചു വന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൈവിക വരദാനം മൂലം വളരെയേറെ കീർത്തിക്ക് കാരണമാവുകയും അദ്ദേഹം ദിവ്യത്വത്തിന് വളരെയേറെ സഹായമാവുകയും ചെയ്തു. ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും തേടി വരിക പതിവായിരുന്നു. ഇതുമൂലം പലപ്പോഴും വിശുദ്ധൻ തന്നെ മെത്രാനാക്കി വാഴിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വനങ്ങളിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി 434 സഭയുടെ പിതാവായി വാഴിക്കപ്പെട്ടു. തന്റെ ഔദ്യോഗിക കാലം മുഴുവൻ അദ്ദേഹം തന്റെ ഔദ്യോഗിക മുടിയും മേലങ്കിയും ധരിക്കുകയും ആശ്രമ നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കുകയും ചെയ്തിരുന്നു. റെയ്സിലെ പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത്.